വനിതകളെ ഒന്നാകെ അധിക്ഷേപിച്ച തെന്നല പഞ്ചായത്ത് CPM ഏരിയ സെക്രട്ടറി സയ്യിദ് അലി മജീദിനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്ന് വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി പറഞ്ഞു. അലി മജീദ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ജില്ലാ നേതൃത്വം പറഞ്ഞു. സ്ത്രീകളെ അപമാനിക്കുക മാത്രമല്ല നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും കൂടിയാണ് CPM നേതാവ് സയ്യിദ് അലി മജീദ് ചെയ്തത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ വായിൽ നിന്നാണ് ഇത്തരമൊരു നിന്ദ്യമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കരുതെന്നും വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റി പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരു സ്ത്രീകൾക്കും ഒരു നീതിയും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. പിന്നെ അതുപോലെ സ്ത്രീകളെ ഇങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ആരാണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. ഇവിടെ ഒരു മാർച്ച് 8-ന് നമ്മൾ രാത്രി 2 മണി മുതൽ നടന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. മാർച്ച് 8 വനിതാ ദിനം. നമ്മൾ അർദ്ധരാത്രിയിൽ ഇറങ്ങി സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാമെന്ന് പറയുന്ന ആ പാർട്ടിയുടെ അങ്ങനെ നമ്മളൊരു മാർച്ച് 8 വനിതാ ദിനം നമ്മൾ ആഘോഷിച്ചിരുന്നു. ആ പാർട്ടിയുടെ ആളുകളാണ് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ അവരുടെ മക്കൾക്ക് കിടപ്പറ പങ്കിടാനുള്ളതാണ് അല്ലെ? അങ്ങനെയാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ അപ്പുറത്ത് അവർക്ക് മറ്റൊന്നുമില്ല. ഒരു സമൂഹത്തിനോടൊരു ബാധ്യതയില്ല, സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. നല്ല അഭ്യസ്തവിദ്യരായ ആളുകളാണ് കേരളത്തിലെ സഹോദരിമാര് എല്ലാവരും. കേരളം ഒന്നടക്കം അഭ്യസ്തവിദ്യരായ ആളുകളാണ്. അഭ്യസ്തവിദ്യരായ ആളുകൾ അവര് പലതരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയ പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരായ ആളുകളുണ്ട്. ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഉപയോഗിച്ചിട്ട് അവര് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പോകുന്നില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുട്ടികളും അതായത് ഇത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യം മാത്രമാണോ, അതോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മൊത്തം ഇങ്ങനെയാണോ? കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ എവിടെയും കൊണ്ടുപോവാതെ, അത് പ്രൊഫഷണൽ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആരാണെങ്കിലും ശരി, എവിടെയും വിടാതെ അവിടെ തന്നെ നിർത്തുകയാണോ? ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബോഡിയിലേക്ക് മത്സരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള സ്ത്രീകളെ ഒന്നും ഇനി പുറത്തിറക്കില്ലേ? ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കുറച്ചു പേരെങ്കിലും വിജയിച്ചു വന്നിട്ടുണ്ടല്ലോ കേരളത്തില്. ഈ വിജയിച്ചു വന്ന ആളുകള് പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ആ ഗവൺമെന്റിനോട് ആ പ്രാദേശിക ഗവൺമെന്റിൽ ഒരുപാട് ജോലിഭാരമുള്ള ആളുകളാണ്. അപ്പൊ അവിടേക്ക് വിജയിച്ചു വന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊന്നും തന്നെ ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. മറുപടി പറയണ്ടേ? അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് മറുപടി പറയണ്ടേ? ഇതിന് അവരുടെ നേതാക്കൾ മറുപടി പറയണം. അതായത് വിജയിച്ചു വന്ന ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനലിൽ വിജയിച്ചു വന്നിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ഇനി പഞ്ചായത്തിൽ പോവാതെ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാതെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണല്ലോ പഞ്ചായത്തിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ടായിരിക്കുക, ലോക്കൽ ബോഡിയിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ടായിരിക്കുക. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല, അല്ലെങ്കിൽ കുറെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലെങ്കിലും പ്രതിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട് ഇവിടെ. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാനൽ വിജയിച്ചു വന്നിട്ടുള്ള പാർട്ടിയുടെ ആളുകളെ, സ്ത്രീകളെ എന്താണ് ഇവർ ചെയ്യുന്നത്? വനിതാ ലീഗ് ഭാരവാഹികളായ KP ജൽസീമിയ, സക്കീന പുൽപ്പാടൻ, റംല വാക്കിയത്ത്, നസീബ അസീസ്, യാസ്മീൻ അരിമ്പ്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.